ശ്രീമതി അനു പാപ്പച്ചൻ മന്ത്രി പിന്നീട് വിശദീകരിച്ച ഒരു കാര്യം, സ്ത്രീകൾ ഡിസ്ട്രസ്സിലാണ്. അവരെ സംബന്ധിച്ച് 2000 രൂപ ഒരു മാസം അധികമായി ഉണ്ടായാൽ അവർക്ക് വലിയ പ്രയോജനം ചെയ്യും. ഞങ്ങൾക്ക് ഈ പദ്ധതി നടപ്പാക്കിയപ്പോഴാണത് മനസ്സിലായത്, അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ ബോധ്യം അങ്ങനെയാണ് വന്നത് എന്നാണ്. 2000 രൂപ ശരിയാണ്. ഇപ്പോൾ പ്രിയദർശിനി ബസ് മാത്രം പ്രയോജനപ്പെടുത്തി സൗജന്യ യാത്ര പ്രയോജനപ്പെടുത്തിയാൽ തൊഴിലാളി വർഗത്തിൽപ്പെട്ട ഒരു സ്ത്രീക്ക് ഇപ്പോൾ തിരുവനന്തപുരത്ത് പാറ്റിങ്ങിൽ നിന്നോ അതല്ലെങ്കിൽ കല്ലമ്പലത്ത് നിന്നോ തിരുവനന്തപുരത്ത് ഒന്ന് ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു വനിതയെ സംബന്ധിച്ച് ശരിയാണ്, ഈ പറയുന്ന പോലെ 2000 2500 രൂപയുടെ ലാഭം ഒരു മാസം ഉണ്ടായേക്കാം. അത് അവർക്ക് ഗുണകരമായി ഉപയോഗിക്കാനും കഴിയുമെന്നുള്ളത് വസ്തുതയാണ്. ഈ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ അദ്ദേഹം സ്ത്രീ സമൂഹം നേരിടുന്ന ഡിസ്ട്രസ് ആണ് അഡ്രസ്സ് ചെയ്തതെന്ന് വിചാരിക്കുന്നുണ്ടോ? അഭിലാഷ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം അദ്ദേഹം ഇതിനെ അഭിസംബോധന ചെയ്ത വിധം, അതായത് ഈ സ്ത്രീകളെ ഊന്നിക്കൊണ്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചത്. ഇപ്പോൾ ആദ്യത്തെ ഭാഗത്തിലായാലും രണ്ടാമത്തെ ഭാഗത്തിലായാലും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഫോക്കസ് സ്ത്രീകളാണ്. കാരണം എന്താണ്? സ്ത്രീകളാണ് പ്രിയദർശിനിയിലെ സൗജന്യം ഉപയോഗിക്കുന്നത്. ഈ സൗജന്യം എന്നുള്ള വാക്കിൽ തന്നെ പ്രശ്നമുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അത് ഒരു പൊതു സേവനം ഉപയോഗപ്പെടുത്താൻ കൊടുത്തിട്ടുള്ളൊരു അവസരമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ സൗജന്യം എന്നുള്ള വാക്കിൽ നിന്ന് തന്നെ മാറ്റേണ്ടുന്ന ഒരു സമയം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ എന്തിനാണ് ഇത്തരത്തിലുള്ള പൊതു ഇടങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ആദ്യം ആലോചിക്കുക. പൊതുവിദ്യാഭ്യാസത്തിലായാലും പൊതു ആരോഗ്യത്തിലായാലും പൊതു ഗതാഗതത്തിലായാലും ഇത്തരത്തിലുള്ള പൊതു എന്ന് പറയുന്ന വാക്കിന് വലിയ ഒരു രാഷ്ട്രീയമുണ്ട്. നമ്മൾ മുൻപ് പൊതു ഇടത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉപയോഗിച്ചത്, അതിൻ്റെ നേട്ടങ്ങളാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് എന്നുള്ളത് മന്ത്രിക്ക് തീർച്ചയായും നിശ്ചയം ഉണ്ടാകേണ്ടുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് നേരത്തെ സുജാത ടീച്ചർ സംസാരിച്ചതുപോലെ ഇത്രയധികം പെൺകുട്ടികൾ വിദ്യാഭ്യാസത്തിലേക്ക് വന്നത് ഇങ്ങനെ ഒരു പൊതു ഇടം ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ആ പൊതു ഇടത്തിലേക്ക് വിദ്യാഭ്യാസം ചെയ്ത പെൺകുട്ടികൾ പൊതു ഇടമായിട്ടുള്ള മറ്റൊരു പൊതുഗതാഗതത്തെ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് അതൊരു പോസിറ്റീവ് കാര്യമാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം രണ്ടാമത്തെ കാര്യത്തിൽ അദ്ദേഹം പറയുമ്പോൾ കൂടുതൽ അതിനെ കുറച്ചുകൂടി മനുഷ്യവിരുദ്ധമാക്കാണ്. സ്ത്രീവിരുദ്ധം മാത്രമല്ല, ഒരു പൊതു ഇടത്തെ ഒരു പൊതുവായിട്ട് നമ്മൾ സമീപിക്കേണ്ടുന്ന ഒരു സ്ഥലത്തെ പോലും അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കാരണം സൗജന്യമായി കൊടുക്കുന്നത് പാവപ്പെട്ടവന് മാത്രമല്ല, അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് മാത്രമല്ല എന്നുള്ളതാണ്. പൊതു പണം ഉപയോഗിച്ചിട്ടുള്ള ഒരു പൊതു സേവനം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തിലെ ഒരു ജനാധിപത്യ അവകാശമാണ്. ആ ജനാധിപത്യ അവകാശത്തെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ആ ജനാധിപത്യ അവകാശത്തിൽ ദരിദ്രർ എന്ന് പറയുമ്പോൾ ഒരേ സമയം തന്നെ ദരിദ്രരെ അദ്ദേഹം അധിക്ഷേപിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ സിസ്റ്റത്തെ അദ്ദേഹം അധിക്ഷേപിക്കുന്നുണ്ട്. ഇതിനെ ഇങ്ങനെ ദരിദ്രർക്ക് വേണ്ടിയിട്ടുള്ള സൗജന്യമാണ് എന്ന് പറയുന്നത് ഒരു വലതുപക്ഷ കാഴ്ചപ്പാട് തന്നെയാണ്. നേരത്തെ അഭിലാഷ് അത് സൂചിപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ ഇതൊരു ആനുകൂല്യമാണ്, ഇതൊരു ദാനമാണ് എന്ന് ഇത് പണ്ട് നമ്മൾ നിലനിന്നിരുന്ന ജന്മി കുടിയാൻ പോലെ തന്നെ നമുക്ക് തോന്നും. സ്വാഭാവികമായിട്ട് നമുക്കത് തോന്നും. അങ്ങനെയല്ലാതെ ഒരു പൊതു സിസ്റ്റത്തെ ഇപ്പം നമുക്കറിയാലോ, തമിഴ്നാട്ടിൽ, കർണാടകയിൽ, തെലുങ്കാനയിൽ, പഞ്ചാബിൽ, ജമ്മു കാശ്മീരിലൊക്കെ സ്ത്രീകൾ ഇത്തരത്തിലുള്ള പൊതുഗതാഗതത്തെ, സൗജന്യ ഗതാഗതത്തെ ആശ്രയിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സ്ത്രീയുടെ മുന്നോട്ട് പോക്കിനെ പ്രോത്സാഹിപ്പിക്കുന്ന അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് വേണ്ടതെന്നിരിക്കെ ഈ തള്ളിക്കയറ്റം എന്നുള്ള വാക്കിൽ മാത്രം പിടിച്ചിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. മറിച്ച് അദ്ദേഹം പറയുന്ന ഓരോ വാചകങ്ങൾ, ആദ്യം പറഞ്ഞ വാചകങ്ങളായിട്ട് രണ്ടാമത് പറഞ്ഞ കാര്യങ്ങളായിട്ട് അദ്ദേഹത്തിന് ഈ സാമൂഹിക മനസ്ഥിതിയിൽ നിന്ന്, ഇവിടെ നിലനിൽക്കുന്ന പൊതുബോധത്തിൽ നിലനിൽക്കുന്ന സാമൂഹിക മനസ്ഥിതിയിൽ നിന്ന് യാതൊരു തരത്തിലുള്ള ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അദ്ദേഹം ഇപ്പോൾ സോയ ഇവിടെ സൂചിപ്പിച്ച അദ്ദേഹം സ്ത്രീകളുടെ അല്ലെങ്കിൽ സ്ത്രീകൾ മുന്നോട്ട് വരട്ടെ എന്നാണ് ഉദ്ദേശിച്ചതെന്ന്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറയേണ്ടത് ഈ സർക്കാർ വന്നതിന് ശേഷം ഈ പൊതുഗതാഗതം വളരെ നന്നായി സ്ത്രീകൾ ഉപയോഗിക്കുന്നു, അതിൽ സർക്കാരിന് അഭിമാനമുണ്ട് എന്നാണ് ആ സ്വകാര്യ ബസ് അസോസിയേഷൻ സമ്മേളനത്തിൽ അദ്ദേഹം പറയേണ്ടത്. നേരെ മറിച്ച് അദ്ദേഹം അവിടെ ചെന്ന് പറഞ്ഞത് ഈ പറഞ്ഞ ആദ്യത്തെ ഒരു പാരഗ്രാഫ് മുഴുവനും, ആദ്യം പറഞ്ഞ വാചകങ്ങൾ മുഴുവനും ഇങ്ങനെ അഭിനയിക്കേണ്ടി വരുന്നു എന്നുള്ള രീതിയിൽ. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എങ്ങനെയാണ് സമൂഹത്തിൽ പെരുമാറുന്നത്, ഈ സിസ്റ്റത്തിൽ പെരുമാറുന്നത് എന്നുള്ളതിന് പോലും ഒരു സമൂഹം ഒരു ഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞ സ്ത്രീകൾ പോലും ഈ 10 കാശ് സമ്പാദിക്കുന്നത് പോലും സേവ് ചെയ്യുന്നത് പോലും ഈ സിസ്റ്റത്തിന് വേണ്ടിയാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു സ്ത്രീ തൻ്റെ, നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഈ 2000 രൂപ ലാഭിക്കുന്നത് അവൾ കൂടി ഉൾപ്പെട്ട ഒരു സിസ്റ്റത്തിലാണ്, ഒരു കുടുംബത്തിൽ. അതിൻ്റെ ആനുകൂല്യം പറ്റുന്നത് ഈ പുരുഷൻ ഉൾപ്പെടുന്ന ഒരു വ്യവസ്ഥ കൂടി തന്നെയാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ പോലും അതൊരു സ്ത്രീവിരുദ്ധമായിട്ടുള്ള പ്രസ്താവന തന്നെയാണ്. ശരി.